ഭക്തയാണ് ഞാൻ. ഋഷഭ് ഷെട്ടിയുടെ ഭക്തിയായി ഞാൻ സത്യം ഇങ്ങനെ തൊഴുതോണ്ടാണ് ഞാൻ കണ്ടത്. ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി നിൽക്കുകയാണ്. അത് ആ ഒരു ഫീല് അങ്ങ് വിട്ട് മാറണില്ല. എല്ലാവരും കൊള്ളാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആരും ഇതിനകത്തില്ല. എല്ലാവരും കൊള്ളാം. അതിഗംഭീരം എന്നുള്ള ഒറ്റ വാക്കല്ലാതെ ഒന്നും പറയാനില്ല. അതിനകത്ത് പ്രതീക്ഷ എത്ര പ്രതീക്ഷ വന്നാലും നിങ്ങൾക്ക് അതിന് മുകളിൽ സിനിമ നല്ലത്. അത്രത്തോളം ക്വാളിറ്റി. നടനം രാക്ഷസ നടണമെന്ന് തന്നെ എടുത്തു പറയാം നമുക്ക്. എന്ന് വെച്ചാൽ എല്ലാവരും കൊടുത്ത റോളുകൾ അവർക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അതിന്റെ 10 ഇരട്ടി അവർ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രത്തോളം പെർഫോമൻസും അതിനോടൊപ്പം തന്നെ വിഷ്വൽ ക്വാളിറ്റിയും എല്ലാം. എനിക്ക് തോന്നുന്ന ഇത്രയും നല്ല രീതിയിലൊരു സിനിമ ഈ ഒരു ബഡ്ജറ്റിൽ ബഡ്ജറ്റ് എത്ര മുടക്കിയോ അതിന്റെ 10 ഇരട്ടി സിനിമയിൽ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ചിലർ പറയും 100 കോടി 200 കോടി എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ 20-30 കോടി രൂപ മാത്രമേ അതിനകത്ത് മുടക്കുള്ളൂ. പക്ഷേ ഇത് നമുക്ക് സിനിമയിൽ എത്ര അവർ മുടക്കിയിട്ടുള്ളത് അതിനകത്ത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത്രത്തോളം സൂപ്പർ സിനിമ. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ഇനി ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ മൊത്തം ഫില്ലാകാനുള്ള സാധ്യത. കാരണം അത്രത്തോളം നല്ല രീതിയിൽ സിനിമ എങ്ങനെയാണോ ഒരു സിനിമ എടുക്കേണ്ടത് അത്ര നല്ല രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. അഭിനയം കൊണ്ട് ഋഷഭ് ഷെട്ടി ആണെങ്കിലും ജയറാമിനെ എടുത്തു പറയണം. ജയറാമിന് ഇതുവരെ കിട്ടിയ റോളുകളിൽ ഏറ്റവും മികച്ച റോള് ജയറാം അടിപൊളിയായിട്ടുണ്ട് സിനിമ. അഴിഞ്ഞാട്ടം കാട്ടുതീ പടം ഭയങ്കര. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ട്. പ്ലോട്ട് സെറ്റ് ചെയ്യുന്ന ലാഗൊക്കെ ഉണ്ട്. ഇന്റർവൽ ബ്ലോക്ക് സൂപ്പർ ബ്ലോക്കാണ്. പിന്നെ അങ്ങോട്ട് എന്താണ് ഋഷഭ് ഒരു രക്ഷയില്ല. പിന്നെ അതിലെ നടിയായാലും ഭയങ്കര ആക്ടിങ് ഒരു രക്ഷയില്ല. രുക്മിണിയുടെ ആക്ടിങ് സൂപ്പറാണ്. ജയറാമിന്റെ ആക്ടിങ് സൂപ്പറാണ്. മൊത്തത്തിൽ ഒന്നും പറയല്ല. VFX സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെക്കൻഡ് ഹാഫ് ഒക്കെ കണ്ടുണ്ടല്ലോ. എന്റെ ദൈവമേ യു ഇത് ആരും കാണാതിരിക്കല്ലേ. കാട്ടുതീ സൂപ്പർ പടം. ഡോണ്ട് മിസ്. ഭയങ്കര കിടലും ക്ലൈമാക്സ് ഒക്കെ ഈ കത്തയാണ്. ഫസ്റ്റില് നമുക്ക് നേരം കിട്ടിയില്ലേ അതിന്റെ 10 ഇരട്ടി മാസ് സാധനം. ഒന്നും പറയല്ല. ഭയങ്കര സൂപ്പർ പടം. സത്യമാണ് കാന്താര എന്ന് പറയുന്നത്. അത് അതിഗംഭീരമായ പെർഫോമൻസ്. ഒന്നും പറയല്ല. പടം കൊളുത്തിക്കളാണ്. ജയറാമേട്ട ഞാൻ കിടില അങ്ങോട്ട് പോകും. ജയറാമേട്ട എപ്പോഴെങ്കിലും ക്ലിക്കാന്ന് പറയും കിടില. എന്റെ അമ്മ ക്ലൈമാക്സ് നിന്ന് വിറച്ചു പോണ് തിയേറ്റർ. ആദ്യം വന്നതിനെക്കാട്ടി ഭയങ്കര ഗംഭീരം. അതിഗംഭീരം. ബോംബെയിൽ ടാക്സി ഡ്രൈവർ ആയിരുന്ന ആളാണ്. ഇപ്പൊ നിൽക്കുന്നുണ്ട്. അതേ ദൈവം സൃഷ്ടിച്ച ഒരാളാണ് രാജീവ് ഷെട്ടി എന്ന് പറയുന്നത്. കാര്യം അത്രയ്ക്ക് കിടിഞ്ഞ പെർഫോമൻസ്. ഒരു രക്ഷയില്ല. അടിപൊളി നിന്ന് വിറച്ചു പോണ്. ഋഷഭ് ഷെട്ടി മാറി എന്തോ ആയിക്കോട്ടെ. പുള്ളി വേറെ ലെവല് തന്നെ. നിങ്ങളെ കാണേണ്ട പടമാണത്. ആദ്യം വന്നതിനെക്കാട്ടി ഭയങ്കര അന്തം വിട്ടോ. എന്റെ അമ്മ എന്തൊരയാള്